നമസ്കാരം. ഒരിക്കൽ കൂടി എല്ലാവർക്കും ഒരു ശുഭദിനം നേർന്നുകൊണ്ട് ഇന്നത്തെ വീഡിയോയിലേക്ക് കടക്കാം. ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് ഒട്ടുമിക്ക സ്ത്രീകൾക്കും ഉണ്ടാവുന്ന പ്രശ്നങ്ങളാണ്. പല കാരണങ്ങൾ കൊണ്ടാണ് അവർക്ക് ഈ പ്രശ്നങ്ങൾ ഉണ്ടാവുന്നത്. PCOD, PCOS 85% സ്ത്രീകൾക്കും ഉള്ള ഒരു പ്രശ്നമാണ് ഈ മെൻസ്ട്രൽ ഡിസോർഡർ, പീരിയഡ്സിനുള്ള കംപ്ലൈൻറ്റ്. അതിന് പ്രധാന കാരണം ഒന്ന് ഹൈജീനിക് അല്ല എന്നുള്ളത്, രണ്ടാമത്തെ ഇപ്പോൾ ഉള്ള കുട്ടികൾ മുഴുവൻ 8 വയസ്സാവുമ്പോൾ തന്നെ മെച്യൂർഡ് ആവുന്ന ഒരു പ്രവണത. അതിന് കാരണം ഹോർമോൺ അടങ്ങിയ ഭക്ഷണങ്ങൾ അധികം കഴിക്കുന്നതുകൊണ്ടാണ്. ബ്രോയിലർ ചിക്കൻ അതുപോലുള്ള കാര്യങ്ങൾ. അപ്പോൾ ഹോർമോൺ അടങ്ങിയ ഭക്ഷണങ്ങൾ അധികം കഴിക്കുമ്പോൾ ഉണ്ടാവുന്ന ഒരു പ്രശ്നമാണ് ഇപ്പോൾ മിക്ക സ്ത്രീകളും അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ 8 വയസ്സ് 10 വയസ്സായ കുട്ടികൾക്കൊക്കെ ആർത്തവം ഉണ്ടാവുക, അത് കറക്റ്റ് അല്ലാതാവുക. കാരണം അവർക്കിത് എന്താണെന്ന് പോലും അറിയാത്ത പ്രായത്തിലാണ് ഈ സംഭവം നടക്കുന്നത്. ഇപ്പോൾ സാധാരണയായിട്ട് ഒരു 16-17 വയസ്സൊക്കെ കഴിയുമ്പോഴേക്കും കുട്ടികൾക്ക് റെഗുലർ പീരിയഡ്സ് വരേണ്ടതാണ്. പക്ഷെ ഇപ്പോൾ ഉള്ള മിക്ക കുട്ടികൾക്കും അതുണ്ടാവാറില്ല. ഇറഗുലർ പീരിയഡ്സ് ആണ് ഉണ്ടാവുന്നത്. അതൊരു 25-26 വയസ്സ് വരെയുള്ള സ്ത്രീകൾക്കും അങ്ങനെ തന്നെയാണ് സംഭവിക്കുന്നത്. അപ്പം അങ്ങനെ വരുമ്പോൾ പലതരം പ്രശ്നങ്ങളാണ് ഉണ്ടാവുന്നത്. അവർക്ക് മൂഡ് സ്വിങ് ഉണ്ടാവുക, അതികഠിനമായ വയറുവേദന ഉണ്ടാവുക, പൊണ്ണത്തടി ഉണ്ടാവുക, അങ്ങനെ പല പല പ്രശ്നങ്ങൾ ഈ സ്ത്രീകൾക്കുണ്ടാവുന്നു. അതൊക്കെ ഒരു പ്രതിവിധി. സാധാരണഗതിയിൽ നമ്മളിതിന് ഒട്ടനവധി മരുന്നുകൾ കൊടുത്തിട്ടോ അല്ലെങ്കിൽ മരുന്നുകൾ കഴിച്ചിട്ടോ കാര്യമില്ല. നാച്ചുറലായി തന്നെ നമ്മൾ ഇത് ഒന്ന് ക്ലിയർ ആക്കാൻ എന്താണ് ചെയ്യേണ്ടതെന്ന് നോക്കാം. കുട്ടികൾ അത് ഏത് പ്രായത്തിലായാലും മെൻസസ് ആയി കഴിഞ്ഞ ആ കാലം മുതൽ, അത് ഏത് പ്രായത്തിലുള്ള കുട്ടികളായാലും ശരി, 8 വയസ്സായാലും 10 വയസ്സായാലും 12 വയസ്സായാലും ഇപ്പോൾ 25 വയസ്സായാലും 26 വയസ്സായാലും ഉള്ളവർക്ക്, പ്രശ്നങ്ങളുള്ളവർക്ക് മാത്രമല്ല, പ്രശ്നങ്ങൾ വരാതിരിക്കാനും വേണ്ടി ഞാൻ ഈ പറയുന്ന ഒരു റെമഡി, ഒരു സിമ്പിൾ റെമഡി നിങ്ങൾക്ക് വീട്ടിൽ തന്നെ ചെയ്യാവുന്നതാണ്. വേറൊന്നുമല്ല, ഒരു ചായ കുടിക്കാന്നുള്ളതാണ്. ചായ ഇഷ്ടപ്പെടാത്തവരായിട്ടോ ചായ കുടിക്കാത്തവരായിട്ടോ ആരും ഇല്ലല്ലോ. 7 ദിവസം 7 ചായ. നല്ല രസമുള്ളതാണ്. ആദ്യത്തെ ദിവസം ഒരു കഷ്ണം ഇഞ്ചി ചതച്ചിട്ട് ഒരു ഗ്ലാസ് വെള്ളത്തിലിട്ട് തിളപ്പിക്കുക. ആവശ്യത്തിനുള്ള ചായപ്പൊടി ഇട്ട് പനശർക്കര ചേർത്ത് കഴിക്കുക. നമ്മുടെ ചായ എല്ലാം തന്നെ പനശർക്കരയിലാണ് കഴിക്കേണ്ടത്. പനശർക്കര കിട്ടാത്തവർ കരിപ്പെട്ടിയിലോ ഇതിൽ ഒരു കാരണവശാലും പഞ്ചസാര ഉപയോഗിക്കരുത്. അതല്ലെങ്കിൽ തന്നെ ഒന്നുമില്ലാതെ മധുരം ചേർക്കാതെ കഴിക്കാം പറ്റുന്നവർക്ക്. അപ്പോൾ ആദ്യത്തെ ദിവസം നമ്മളൊരു കഷ്ണം ഇഞ്ചി ചതച്ചിട്ടിട്ട് ആവശ്യത്തിന് ചായപ്പൊടി ഇട്ട് തിളപ്പിച്ച് പനശർക്കര ചേർത്തിട്ട് കുടിക്കാം. രണ്ടാമത്തെ ദിവസം ഒരു സ്പൂൺ ജീരകം ഇതുപോലെ തിളപ്പിക്കുക, ചായപ്പൊടി ഇടുക, ഇറക്കി വെച്ചിട്ട് പനശർക്കര ചേർത്ത് കഴിക്കാം. മൂന്നാമത്തെ ദിവസം ഒരു പിടി പുതിനയിലയും ഒരു നാരങ്ങയുടെ നീരും പുതിനയിലിട്ട് തിളപ്പിക്കുക. പുതിന ഇട്ടിട്ട് വെള്ളം തിളപ്പിക്കുക, അതിൽ ചായപ്പൊടി ഇടുക, അത് ഇറക്കി വെക്കുമ്പോൾ ചെറുനാരങ്ങ നീര് ഒറ്റിക്കുക, പനശർക്കര ചേർക്കുക, കുടിക്കുക. നാലാമത്തെ ദിവസം അശോകമരപ്പട്ട
അത് സാധാരണ നാട്ടുമരുന്ന് കടകളിൽ പോയി കഴിഞ്ഞാൽ ചോദിച്ചാൽ കിട്ടും. അശോകമര പട്ടയായിട്ടും കിട്ടും, അതിൻ്റെ ചൂർണമായിട്ടും കിട്ടും. ഏറ്റവും നല്ലത് അശോകമര പട്ട തന്നെയാണ്. ആ പട്ട വാങ്ങിച്ചിട്ട് 1-2 കഷ്ണം, 1 ഇഞ്ചോ 2 ഇഞ്ചോ നീളത്തിൽ 1-2 കഷ്ണങ്ങൾ ചതച്ച് വെള്ളം തിളപ്പിക്കുക, ചായപ്പൊടി ഇടുക, പനശർക്കര ചേർത്ത് കുടിക്കുക. 5-ാമത്തെ ദിവസം ഗ്രീൻ ടീ. എല്ലാവരും മിക്കവരുടെ വീട്ടിലും ഉപയോഗിക്കുന്നതാണ് ഗ്രീൻ ടീ. ഗ്രീൻ ടീ ആയിട്ട് തന്നെ ഉപയോഗിക്കുക. അതിലൊന്നും ചേർക്കേണ്ട കാര്യമില്ല, ഗ്രീൻ ടീ ആയിട്ട്. 6-ാമത്തെ ദിവസം ഒരു പിടി ആര്യവേപ്പിൻ്റെ ഇലയും 1 പിടി തുളസി ഇലയും ചേർത്ത് വെള്ളം തിളപ്പിക്കുക. അതിനകത്ത് ചായപ്പൊടി ഇട്ടിട്ട് പനശർക്കര ചേർത്ത് കുടിക്കുക. 7-ാമത്തെ ദിവസം 5 ഇതൾ ചെമ്പരത്തി 2 എണ്ണം ഇതകൾ വേർപെടുത്തി, അപ്പോൾ 5 ഇതൾ ചെമ്പരത്തി 2 എണ്ണം എടുക്കുമ്പോൾ 10 ഇതളുകൾ 10 ഇതളുകൾ 1 ഗ്ലാസ് വെള്ളത്തിൽ തിളപ്പിച്ച് ചായപ്പൊടി ചേർത്തി പനശർക്കരയും ചേർത്ത് കുടിക്കുക. അങ്ങനെ 7 ദിവസം 7 ചായ. ഇതെന്നെ റിപ്പീറ്റ് ചെയ്യുക 6 മാസത്തോളം. ഇന്നിപ്പോൾ ഞായറാഴ്ചയാണ്. ഈ ഞായറാഴ്ച നിങ്ങൾ ഇഞ്ചി ചായയാണ് കുടിച്ചെന്നുണ്ടെങ്കിൽ അടുത്ത ഞായറാഴ്ച നിങ്ങൾ ഇഞ്ചി ചായയാണ് കുടിക്കേണ്ടത്. അപ്പോൾ ഞായറാഴ്ച ഇഞ്ചി, തിങ്കളാഴ്ച ജീരകം, ബുധനാഴ്ച ചൊവ്വാഴ്ച പുതിന, ലെമൺ, അങ്ങനെ ഓരോ ദിവസത്തിനും ഇതുപോലെ ആവാം. ഇങ്ങനെ തുടർച്ചയായിട്ട് 7 ദിവസം 7 ചായ കുടിക്കുക. ഇത് 6 മാസത്തോളം കണ്ടിന്യൂ ചെയ്യുക. സ്ത്രീകൾക്കുണ്ടാവുന്ന ഒട്ടുമിക്ക അസുഖങ്ങളും, ഈ പീരിയഡ്സ് റിലേറ്റഡ് ആയിട്ടുള്ളതും ഹോർമോൺ റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ അസുഖങ്ങളും മാറുന്നതായിരിക്കും. നന്ദി, നമസ്കാരം.